നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലുമാകാതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുക, ആ സംസ്ഥാനത്ത് ഒരു പതിറ്റാണ്ടിലേറെ ആ പദവിയിൽ തുടരുക, പിന്നെ ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെടുക, നീണ്ട ഒരു പതിറ്റാണ്ടും തുടർന്ന് ജനസമ്മതിയിലും ലോക നേതൃത്വത്തിലും ആ പേര് പതിപ്പിക്കുക. ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് പറയേണ്ടതില്ലെങ്കിലും ആ പേരൊന്ന് പറയാം. നരേന്ദ്ര ദാമോദർ ദാസ് മോദി അഥവാ നരേന്ദ്രമോദി. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. ഗുജറാത്തിലെ വദ്നഗറിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് നരേന്ദ്രമോദിയുടെ ജനനം. 21 വയസ്സു മുതൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിലെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. 1985 അദ്ദേഹത്തെ RSS BJPയിലേക്ക് നിയമിക്കുകയും പിന്നീട് BJPയിൽ വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുകയും ചെയ്തു. 1989, 1995 കാലഘട്ടത്തിൽ ഗുജറാത്തിൽ BJP തെരഞ്ഞെടുപ്പ് ആസൂത്രകനായിരുന്നു. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുകയാണ്. ഇക്കാലയളവിൽ നരേന്ദ്രമോദിയിലെ രാഷ്ട്രീയക്കാരനും പ്രധാനമന്ത്രിയും നേരിട്ട വെല്ലുവിളികളും കടന്നുകയറിയ കടമ്പകളും സമാനതകളില്ലാത്തതാണ്. അതിലെ ഏറ്റവും അവസാനത്തേതാണ് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ ഒരു രാജ്യം നേരിടുന്ന രീതി. ലോക പോലീസ് എന്നും ലോകത്തെ നിയന്ത്രിക്കുന്നവരെന്നും പറഞ്ഞിരുന്ന അമേരിക്കയെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും തെല്ലിട പതറാതെ ഭാരതം നേരിടുന്നത് നരേന്ദ്രമോദി എന്ന അമരക്കാരന്റെ ആർജവം കൊണ്ട് തന്നെയാണ്. റഷ്യയുമായുള്ള സഹകരണത്തിന്റെ പേരിലാണ് അമേരിക്കയും ട്രംപും ഇന്ത്യയെ എതിർചേരിയിലേക്ക് നീക്കിയത്. 50% തീരുവ ചുമത്തിയിട്ടും കുലുങ്ങാതെ നിൽക്കുന്ന ഇന്ത്യയും നരേന്ദ്രമോദിയും അമേരിക്കയുടെ ഇൻഡാസുകളെ ഗൗനിച്ച മട്ടുപോലുമില്ലെന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അന്തരം ഇപ്പോൾ വെളിവാക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ത്യയുടെ മുന്നിൽ അമേരിക്കയുടെ ശക്തി വാർന്നു പോകുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. സാമ്പത്തികമായും സൈനികമായും സാങ്കേതിക തലത്തിലുമൊന്നും അമേരിക്കയോളമില്ല ഇന്ത്യ. എന്നിട്ടും എങ്ങനെയാണ് അമേരിക്കയെ രാജ്യം പ്രതിരോധിച്ചത്? അതിനുത്തരം ഒന്നു മാത്രമാണുള്ളത്: നയതന്ത്രം. നരേന്ദ്രമോദിയുടെ നയതന്ത്രം. ആഗോള സാഹചര്യം മാറിയ കാര്യം അമേരിക്ക പോലും സമീപ ദിവസങ്ങളിലാകും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. റഷ്യയും യുക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ യുക്രൈനൊപ്പമെന്ന് ഭാവിച്ച് ആ രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് കണ്ടുരസിച്ച അമേരിക്കയുടെ കുതന്ത്രം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും മനസ്സിലാക്കിയതും US ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പാകിസ്ഥാനു പിന്നിൽ ചാലകശക്തിയായി നിന്ന് ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ചതിന്റെ പ്രത്യാഘാതം കിരാന കുന്നുകളിൽ തിരിച്ചറിഞ്ഞതോടെയാണ് അമേരിക്ക ഇന്ത്യ ബന്ധം ഉലയുന്നത്. അന്നു മുതൽ ഡിയർ ഫ്രണ്ടിന്റെ കാര്യം നരേന്ദ്രമോദി മറന്നുകളഞ്ഞു. പിന്നെ കളത്തിലിറങ്ങിയ മോദിയെ ട്രംപിന് അറിയില്ല. പിന്നീട് അങ്ങോട്ട് ദീർഘവീക്ഷണമുള്ള നേതാവ് കൂടിയാണ് താനെന്ന് തെളിയിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ചിരവൈരികളെന്ന് അമേരിക്ക കരുതിയ ഇന്ത്യയും ചൈനയും ഒരു സുപ്രഭാതത്തിൽ കൈകോർത്തതാണ് അടിയൊഴുക്ക് സജീവമായിരുന്നു എന്നതിന്റെ തെളിവ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടെങ്കിലും അതൊക്കെ തൽക്കാലം മറന്ന് ഒന്നിക്കുന്നതോടെ അമേരിക്ക വിഷമസന്ധിയിലായി. ചൈനയെ വരുതിയിലാക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുകയെന്ന പരമ്പരാഗത നയത്തിൽ വ്യതിചലിച്ചതോടെ ട്രംപിന് അടിതെറ്റുകയുമുണ്ടായി. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ തിരിച്ചറിയുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത പരിശോധിച്ചാൽ മാത്രം അക്കാര്യം വ്യക്തമാകും. ഇന്ത്യ ചൈന റഷ്യ ബന്ധം ദൃഢമാകാൻ നരേന്ദ്രമോദി എടുത്ത സമയം വളരെ കുറച്ചായിരുന്നു. പാകിസ്ഥാനുമായി സംഘർഷം തുടങ്ങിയതു മുതൽ ചൈന സ്വീകരിച്ച നിലപാട് നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കാം. ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ചതോടെ അമേരിക്ക തന്ത്രം മാറ്റി. ഇന്ത്യയെ യൂറോപ്യൻ യൂണിയനെ വച്ച് പ്രതിരോധത്തിലാക്കാൻ US ശ്രമിക്കുകയാണിപ്പോൾ. ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ വാക്ക് കേൾക്കില്ലെന്ന സൂചന നൽകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ടു പോവുകയുമാണ്. ഈ രാജ്യങ്ങളിലെ ഭരണ നേതൃത്വങ്ങളുമായെല്ലാം നരേന്ദ്രമോദി വച്ചു പുലർത്തുന്ന ദൃഢബന്ധമാണ് വലിയ പ്രതിരോധത്തിലേക്ക് പോകുമായിരുന്ന രാജ്യത്തെ തലയുയർത്തി പിടിച്ചു നിർത്താൻ സഹായിച്ചത്. എന്നാൽ യൂറോപ്യൻ ഉപരോധ ഭീഷണി രാജ്യത്തിന് പ്രതികൂലമായി ബാധിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സൗദി അറേബ്യയും ഇറാഖും യൂറോപ്യൻ ഉപരോധ ഭീഷണി നേരിടുന്നുണ്ട്. ഇന്ത്യൻ എണ്ണ കമ്പനിയായ നയാര എനർജിക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ നിന്നും ഈ രാജ്യങ്ങളെ യൂറോപ്യൻ യൂണിയൻ വിലക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യൻ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച സൗഹൃദമാണ് സൂക്ഷിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള കുശാഗ്ര ബുദ്ധിശാലികൾ ഈ വിഷയത്തിൽ മോദിക്കൊപ്പമുണ്ട്. യൂറോപ്യൻ യൂണിയൻ കൂടി പൂർണ്ണമായും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതോടെ അമേരിക്കയുടെ പത്തി മടങ്ങും. അതിനായാണ് 140 കോടി ജനങ്ങളും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇതിനിടെ ഗാൽവാൻ വിഷയവും മറ്റും പറഞ്ഞു വരുന്ന കോൺഗ്രസുകാരോടാണ്. ഇത് രാജ്യത്തിന്റെ വിഷയമാണ്. ഇതിനിടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞു വന്നാൽ ശേഷിക്കുന്നവർ കൂടി കോൺഗ്രസിനെ തള്ളിപ്പറയും. നരേന്ദ്രമോദി എന്ന അമരക്കാരൻ നയിക്കുന്ന ഭാരതം അമേരിക്കയുടെ വെല്ലുവിളിയെ അതിജീവിക്കും. പടയുടെ മുന്നിൽ നിന്ന് പതറാതെ പോരാടുമ്പോഴാണ് ജനഹൃദയങ്ങളിൽ ഒരാൾ നേതാവായി കുടിയേറുന്നത്. അതിനുദാഹരണമാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.